ഒരുപാട് കാലമായി ഇന്ത്യയുടെ ഏറ്റവും വലിയ ആയുധ വിതരണക്കാരായിരുന്നു റഷ്യ. സുഖോയ് യുദ്ധവിമാനങ്ങൾ, S-400 വ്യോമ പ്രതിരോധ സംവിധാനം, ബ്രഹ്മോസ് മിസൈൽ, അങ്ങനെ പോകുന്നു ആ ലിസ്റ്റ്. റഷ്യയുമായി ഇന്ത്യയുടെ പ്രതിരോധ ബന്ധം അത്രയ്ക്ക് ശക്തമായിരുന്നു. പക്ഷേ ഇന്നത്തെ അവസ്ഥയിൽ ഇന്ത്യ റഷ്യയെ ആശ്രയിക്കുന്നത് പരമാവധി കുറയ്ക്കുകയാണ്. ഏതാണ്ട് പൂർണ്ണമായും നിർത്തിയതുപോലെയാണെന്ന് തന്നെ പറയാം. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ റഷ്യ ഇന്ത്യക്കായി മികച്ച ഒരു ഓഫർ നൽകിയിരുന്നു. സുഖോയ് 57 യുദ്ധവിമാനവും അതിന്റെ സോഴ്സ് കോഡും ടെക്നോളജി ട്രാൻസ്ഫറും ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള ലൈസൻസും, ഒപ്പം സുഖോയ് 35M യുദ്ധവിമാനവും. ഇതിനെല്ലാം പുറമെ S-500 എയർ ഡിഫൻസ് സിസ്റ്റവും. ഈ ഓഫറിനെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു, അതൊന്ന് കണ്ടു നോക്കൂ. ഇനി ഇത്രയും മികച്ച ഓഫർ നൽകിയിട്ടും ഇന്ത്യ ഇതുവരെ അതിൽ താല്പര്യം കാണിച്ചിട്ടില്ല. അതെന്തുകൊണ്ടായിരിക്കും? ഇതിന് ചില കാരണങ്ങളുണ്ട്. ഇന്ത്യ നമ്മുടെ ബ്രഹ്മോസുമായി ചേർത്ത് ഉപയോഗിക്കുന്നതിനായി Tu-160 ബോംബർ വിമാനം വാങ്ങാനായി ആലോചിച്ചിരുന്നു. വൈറ്റ് സ്വാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള സ്ട്രാറ്റജിക് ബോംബറാണിത്. ഇതിന്റെ വേഗത ഏകദേശം മണിക്കൂറിൽ 2200 കിലോമീറ്ററാണ്, അതായത് മാക് 2-നേക്കാൾ കൂടുതൽ. ഇനി ഇതിന്റെ റേഞ്ച് ഒറ്റത്തവണ ഇന്ധനം നിറച്ചാൽ 12,000 കിലോമീറ്ററാണ്. ഇതിന്റെ പേലോഡ് കപ്പാസിറ്റി ആണെങ്കിലോ 40,000 കിലോയും. ഇതിൽ ന്യൂക്ലിയർ, ക്രൂയിസ് മിസൈൽ അടക്കം ഘടിപ്പിക്കുകയും ചെയ്യാം. ഇത് നമ്മുടെ ബ്രഹ്മോസുമായി ചേർത്ത് ഘടിപ്പിച്ചാൽ ബ്രഹ്മോസിന്റെ സ്പീഡ് ഹൈപ്പർസോണിക് ലെവലിലേക്ക് ഉയരുമെന്ന് ഇന്ത്യ പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ സഹായത്തോടെ ഇന്ത്യക്ക് സെക്കൻഡ് സ്ട്രൈക്ക് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതുമാത്രമല്ല, ഇന്ത്യക്ക് വേണ്ടി സ്വന്തമായി ബോംബർ വികസിപ്പിക്കാൻ ആവശ്യമായ എഞ്ചിൻ ടെക്നോളജിയും എയർ ഫ്രെയിം ട്രാൻസ്ഫറും റഷ്യ വാഗ്ദാനം ചെയ്തിരുന്നു. ഇത് ഇന്ത്യക്ക് വലിയൊരു നേട്ടമായിരുന്നു. പക്ഷേ പ്രശ്നം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. റഷ്യ നിലവിൽ യുക്രൈൻ യുദ്ധത്തിൽ മുഴുകിയിരിക്കുകയാണ്. അതുകൊണ്ട് ഉപകരണങ്ങൾ നിർമ്മിക്കാൻ വേണ്ട ഘടകങ്ങൾ റഷ്യയ്ക്ക് ലഭ്യമല്ല. മാത്രമല്ല, ഉക്രൈനിന്റെ ഡ്രോൺ ആക്രമണങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയും താൽക്കാലിക സുരക്ഷാ ക്രമീകരണങ്ങളും കാരണം റഷ്യയ്ക്ക് ഇപ്പോൾ അവരുടെ കരസേനയ്ക്ക് ബോംബറുകൾ ആവശ്യമുള്ളതായി അറിയിച്ചിരിക്കുന്നു. അതിനാൽ തന്നെ Tu-160M ഇന്ത്യക്ക് നൽകാൻ കഴിയുകയുമില്ല. എന്നാൽ ഈ അറിയിപ്പ് കിട്ടിയതോടെ ഇന്ത്യയും പ്ലാൻ മാറ്റിയിരിക്കുകയാണ്. ബ്രഹ്മോസിന്റെ പുതിയ വേർഷനുകൾ വികസിപ്പിക്കാൻ DRDO ശ്രമിച്ചു വരികയാണ്. അപ്പുറത്ത് സൂപ്പർ സുഖോയ് പ്രൊജക്ട് വഴി Su-30 MKI വിമാനങ്ങളെ പുതിയ ഫീച്ചറുകളുള്ള അതിനൂതന ജെറ്റായി മാറ്റുന്നതടക്കമുള്ള പദ്ധതികൾ മുന്നോട്ടു പോകുകയുമാണ്. കൂടാതെ ഫ്രാൻസുമായും അമേരിക്കയുമായും കൂടുതൽ സഹകരണത്തിനായി ശ്രമിക്കുന്നുമുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും ആധുനികമായ 5ാം തലമുറ യുദ്ധവിമാന പദ്ധതിയായ AMCA ഇന്ത്യയുടെ ഭാവിയിലെ പ്രതിരോധ സ്വയം പര്യാപ്തതയുടെ ഉദാഹരണമാണ്. ഇതിലൂടെ ഇനി റഷ്യയെ ആശ്രയിക്കേണ്ടതില്ലെന്ന് ഇന്ത്യ തെളിയിക്കുകയാണ്. ഇത് വെറുമൊരു പൊളിറ്റിക്കൽ നീക്കം മാത്രമല്ല, മറിച്ച് ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയുടെയും സുരക്ഷയുടെയും ആസൂത്രിത മുന്നേറ്റമാണ്. നമ്മുടെ സ്വന്തം സാങ്കേതിക വിദ്യയിലൂടെ ഇന്ത്യയുടെ പ്രതിരോധ ഭാവി ഇനി ഇന്ത്യ തന്നെ തീരുമാനിക്കുന്ന സ്ഥിതി വരുന്നു. ഇനി ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ.